ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫുഡി സ്റ്റാർ മലയാളം. ഇന്ന് നമുക്കൊരു ബീഫ് മന്തി ഉണ്ടാക്കിയാലോ? അപ്പോൾ ഇന്നത്തെ മന്തി ഉണ്ടാക്കുന്നത് എൻ്റെ ഉമ്മയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ബീഫ് മന്തി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കിയാലോ? ആദ്യം നമുക്ക് മന്തിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പാൻ ചൂടായതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഇവിടെ 2 കിലോ അരി കൊണ്ടാണ് മന്തി ഉണ്ടാക്കുന്നത്. അതിലേക്ക് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സവാളയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു തക്കാളിയും 4 പച്ചമുളകും 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് വറുത്ത് പൊടിച്ച നല്ല ജീരകം 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ശേഷം 7 ഏലക്കയും ചെറിയ കഷ്ണം കറുവപ്പട്ടയും കറുവപ്പൂവും ഇട്ട് കൊടുക്കാം. ഏലക്ക ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിക്കാത്ത കുരുമുളക് 1/2 ടീസ്പൂൺ, പൊടിച്ച കുരുമുളക് 1/2 ടീസ്പൂൺ, 2 മാഗി ക്യൂബ്, 2 ടീസ്പൂൺ മന്തി മസാല. ഞാൻ എടുത്തിട്ടുള്ളത് അറേബ്യൻ മന്തി മസാലയാണ്. ഇതെല്ലാം കൂടി ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് കുരുമുളകും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്ത ബീഫാണ്. ആ ബീഫ് ഇതിലേക്കൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വലിയ ജീരകം പൊടിക്കാത്തത് ഇട്ട് കൊടുക്കാം. അരിഞ്ഞു വെച്ച കറിവേപ്പിലയും മല്ലിയിലയും ഇട്ടതിന് ശേഷം വെള്ളം വറ്റി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇതിലുള്ള വെള്ളമെല്ലാം വറ്റി ഓയിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച ബസുമതി റൈസാണ് വേണ്ടത്. അതിനായിട്ട് ഞാൻ ബസുമതി റൈസ് 1/2 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരിയുടെ ഇരട്ടി വെള്ളം എടുത്ത് തിളച്ചതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ബസുമതി റൈസ് വേവിച്ചെടുക്കണം. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് വേവിച്ച് വെച്ച ബസുമതി റൈസ് ഒന്ന് ഇട്ട് നിരത്തി കൊടുക്കണം. ഇനി ഇതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാൻ ചിരട്ടക്കണലാണ് എടുത്തിട്ടുള്ളത്. ഒരു പഴയ പാത്രത്തിൽ ചിരട്ടക്കണൽ ഇട്ടതിന് ശേഷം അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് പെട്ടെന്ന് തന്നെ അടച്ചു വെക്കണം. എന്നിട്ട് 5 മിനിറ്റ് വരെ ഇതൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ബീഫ് മന്തി ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.